ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, 90% ശ്രദ്ധിച്ചു കേട്ടോ. റവന്യൂ കുറവാ, എന്നാലും സ്ട്രോങ് റിസർവ് ഉണ്ട്. ബിസിനസ്സുകാരുടെ കയ്യിലും റിസർവ് ഫണ്ട് ഇല്ല. ടൈം, സർവൈവൽ ആൻഡ് ഡിസിഷൻ പവർ, അതാണ് ക്യാഷ് റിസർവ്. അതല്ലാതെ തൊടാൻ പറ്റില്ല. അതെന്തുകൊണ്ട്? അത് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുക. പെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? അതിന് പറയുന്നത് ലെഫ്റ്റ് ഓവർ നോ. സോ എപ്പോൾ നമ്മുടെ ഓ ക്യാഷ് നമുക്ക് കിട്ടുന്നുവോ, സിമ്പിളായി വരുന്നില്ലേ? അതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മാറ്റാൻ പറ്റണം? ഇന്ന് തൊട്ട് നിങ്ങളൊരു ഒരു മൈക്രോ, നമ്മുടെ ന്യൂ ഇയർ വരാൻ പോകുന്നതേ ഉള്ളൂ. ഏപ്രിൽ 1-നാണ്. ആദ്യം സർവൈവ് ചെയ്യണം, പിന്നെ സ്റ്റെബിലൈസ് ചെയ്യണം, പിന്നെ നമുക്ക് ഓ ക്യാഷ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് വീണു. ബട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തേ പറ്റും. പവർ ഓഫ് സിക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ പവർ ഓഫ് 6 പറയുന്നത്, നമ്മളൊരു ഒരാളെ കണക്ട് ചെയ്യണം എന്ന് വെച്ചു. ഈ ലോകത്ത് ആരെ ആയിക്കോട്ടെ നമുക്ക് കണക്ട് ചെയ്യണം എങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഒരാള്, അയാൾക്ക് പരിചയമുള്ള ഒരാള്, അയാൾക്ക് പരിചയമുള്ള ഒരാള്, അയാൾക്ക് പരിചയമുള്ള ഒരാള്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരെ വേണമെങ്കിലും നമുക്ക് ഈ പവർ ഓഫ് 6, നമ്മളുടെ പരിചയം, അടുത്ത ആളുടെ പരിചയം, അയാളുടെ പരിചയം, അയാളുടെ പരിചയം എന്നുള്ള രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആരെ വേണേലും കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് പവർ ഓഫ് 6. ഇപ്പൊ എന്നെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന എത്ര പേരുണ്ട്. അവരെന്നെ കണക്ട് ചെയ്യാൻ നോക്കുന്നതിന് പകരം എനിക്ക് ചുറ്റും നിൽക്കുന്ന ഇപ്പൊ ആരിസിക്കയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിരിക്കും. ആരിസിക്ക അടുത്ത് പറയാണ്, പുള്ളിക്കാരെ സൗദി വരുമ്പോ എനിക്കൊന്ന് കാണണം കേട്ടോ. പരിപാടി കഴിഞ്ഞു, ഒറ്റ റിലേഷൻ. ഓക്കെ, അപ്പം ഇത് ഈ പവർ ഓഫ് 6 എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്കിങ്ങിന്റെ അകത്തുള്ളതാണ്. ഭയങ്കര പവർഫുള്ളാണ്. കാരണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ, നമ്മൾ എത്ര പേരുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണെന്ന്. അവരെ ആവശ്യമുള്ള എത്ര പേര് വേറെ കാണും? ഇവരുമായിട്ട് ഒന്ന് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു ഡീൽ ഉറപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ്സിലോ പേഴ്സണലോ എന്തെങ്കിലും കാര്യം സാധിക്കാൻ പറ്റുന്ന എത്ര പേര് കാണും അല്ലേ? ഇപ്പം ഞാൻ വിജയൻ ചേട്ടനെ ഒന്ന് വിളിച്ചു പറയുന്നു, ഞാൻ ഷുക്കൂറിക്ക്, ഞാൻ ആനന്ദിനെ, അല്ലെങ്കിൽ ഞാൻ ഹാരിസിക്കയുടെ അടുത്ത് നേരിട്ട് അത് പറയാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരാൾ കാണും. അയാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈസിയാണ്. ആരിസിക്ക ഇതൊന്ന് ചെയ്തു കൊടുത്തേക്കണം, ആരിഫ ഇതൊന്ന് ക്ലിയർ ചെയ്തേക്കണം, പരിപാടി കഴിഞ്ഞു. ഈ കണക്ഷനിലല്ലാതെ ആരിഫിനെ ഒന്ന് കാണാനാണെങ്കിൽ എത്ര ദിവസം കയറി ഇറങ്ങണം? ആണ് പവർ ഓഫ് 6. അപ്പോൾ നമ്മൾ ബൗൺസ് ബാക്ക് സീരീസ് ആണ്. ബൗൺസ് ബാക്കിൽ ഡേ 2. ഇന്ന് ഇപ്പൊ നമ്മൾ തിരിച്ച് കയറാനുള്ള കാര്യങ്ങൾ, അപ്പൊ ഇന്നലെ നമ്മൾ റിയാലിറ്റി ചെക്ക് ചെയ്തു. ആ റിയാലിറ്റി ചെക്ക് ചെയ്ത് നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു കാര്യത്തിലാണ്. അതാണ് ക്യാഷ് റിസർവ്. അപ്പോ നമ്മളൊരു കാര്യം നമ്മുടെ ക്യാഷ് ഫ്ലോയിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഒന്ന് ഓ ക്യാഷ് എന്താണ്? ഓപ്പറേഷൻസ് ക്യാഷ്, നമ്മുടെ മെയിൻ ബിസിനസ് ആക്ടിവിറ്റി വഴി ബിസിനസ്സിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള പണം. അപ്പം ഓ ക്യാഷ് ഇൻ ആൻഡ് ഓ ക്യാഷ് ഔട്ട്. 10 ലക്ഷം രൂപ ഇൻ വരുന്നു, 9 ലക്ഷം രൂപ ഔട്ട് ആകുന്നു. എല്ലാ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് നമുക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. 1 lakh പ്രോഫിറ്റ്. ഈ 1 lakh പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ആ പൈസ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? അതാണ് ഐ ക്യാഷ്, ഇൻവെസ്റ്റിംഗ് ക്യാഷ് എന്ന് പറയും. ഐ ക്യാഷിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഈ 1 ലക്ഷം രൂപയ്ക്കകത്തുനിന്ന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ റിസർവ് ഫണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ടിലേക്ക് പൈസ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കേണ്ടത്? ഈ 1 ലക്ഷം രൂപ നിങ്ങൾ മൊത്തത്തിൽ അങ്ങ് ബിസിനസ്സിന് പുറത്തേക്ക്, ഐ ക്യാഷ് മൊത്തത്തിൽ നിങ്ങൾ അങ്ങ് പുറത്തേക്ക് എടുക്കുന്നു. അതല്ലെങ്കിൽ ഇത് മൊത്തം നിങ്ങൾ എക്സ്പാൻഷന് വേണ്ടി ബിസിനസ്സിലേക്ക് തന്നെ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? പിന്നീട് ഇതുപോലെ ഒരു ഡെറ്റ് സ്റ്റിൽ ആകുന്ന സമയത്ത്, അല്ലെ നമ്മുടെ റവന്യൂ ഒറ്റയടിക്ക് ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? എഫ് ക്യാഷ് എന്താ? ഫിനാൻസിങ് ക്യാഷ്. ബാങ്കിൽ നിന്നോ ലോൺ എടുത്തോ കടം മേടിച്ചോ അല്ലെ നമ്മൾ തന്നെ പൈസ കൊണ്ടുവന്ന് കമ്പനിക്കകത്തേക്ക് ഇടേണ്ടി വരും. എന്തിനു വേണ്ടി? ഓപ്പറേഷൻസ് നടക്കാൻ. കാരണം എന്താ? ഈ ഇൻ കുറഞ്ഞു, റവന്യൂ കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ക്യാഷ് ഇൻ കുറഞ്ഞു. പക്ഷേ ഓ ക്യാഷ് ഔട്ട്, ഫിക്സഡ് എക്സ്പെൻസ് അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നു. അപ്പം ഫെബ്രുവരിയിൽ ഇത് ഓക്കെ, 10 ലക്ഷം വന്നു, 9 ലക്ഷം ചെലവായി, 1 ലക്ഷം ലാഭം. അപ്പം ഫെബ്രുവരിയിൽ
ഈ പറയുന്ന പൈസ നിങ്ങൾ മൊത്തത്തിൽ എടുത്ത് ബിസിനസ് എക്സ്പാൻഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈലിനോ വേണ്ടി 1,00,000 രൂപ അങ്ങ് എടുത്തു കഴിഞ്ഞ മാസങ്ങളിൽ. ഇപ്പൊ എന്ത് സംഭവിച്ചു? മാർച്ചിൽ യുദ്ധം വന്ന സമയത്ത് ഈ ഇൻ 10 എന്നുള്ളത് 2 കുറഞ്ഞു. പക്ഷെ ഫിക്സഡ് എക്സ്പെൻസ് അപ്പോഴും ഇവിടെ 9 നിൽക്കുന്നു. ഇപ്പൊ എന്തായി? 7,00,000 രൂപ വേണം. 7,00,000 രൂപ നോക്കുമ്പോ ഇവിടെ ഇല്ല, ഇവിടെ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ബാങ്കിനെയോ ലോണിനെയോ കടം മേടിക്കേണ്ടിയോ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ പൈസ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു മാസത്തെ ഔട്ട് ക്ലിയർ ആക്കുന്നു. അടുത്ത മാസം ഏപ്രിൽ ഈ യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ അപ്പോഴും ഇൻ ഇല്ല, അവിടെയും ഒരു ഗ്യാപ്പ് വരും. അത് 5 lakhs ആകാം, 6 lakhs ആകാം. അപ്പോഴും കയ്യിലില്ല. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ അപ്പൊ ഒരു കാര്യം കൂടെ വരുന്നു. കഴിഞ്ഞ മാസം എടുത്ത 7,00,000 രൂപ ലോൺ, അതിന്റെ തിരിച്ചടവും കൂടെ ഈ മാസം ഔട്ടിൽ വന്നു. മെയ് മാസം ആയപ്പോഴത്തേക്കിന് ഇവിടെ നെഗറ്റീവ് വരികയും ചെയ്യുന്നു. ഈ അതിനു മുമ്പത്തെ എടുത്ത 7-ന്റെയും ഈ കഴിഞ്ഞ മാസം എടുത്ത 6-ന്റെയും കൂടെ ചേർത്ത് 13 ലക്ഷത്തിന്റെ തിരിച്ചടവും കൂടെ ഔട്ടിൽ ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് വന്നു. ഇത് 90 ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ മെയിലും ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ അന്നും നെഗറ്റീവ് അത് കൂടിക്കൊണ്ടിരിക്കും. ആദ്യം -7 ആയിരുന്നെങ്കിൽ അടുത്ത മാസം വീണ്ടും ആകുമ്പോഴത്തേന് -8 ആവും, അത് -10 ആകും, അത് 15 ആകും. സോ എപ്പോൾ നമ്മുടെ ഓ ക്യാഷ് നമുക്ക് കിട്ടുന്നുവോ അതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മാറ്റാൻ പറ്റണം? റിസർവ് ഫണ്ട് മാറ്റാൻ പറ്റണം. കേവലം ഈ മാറ്റിവെക്കുന്ന പണം എന്ന് പറയുന്നത് അത് കേവലം ഒരു പണമായിട്ട് അതിനെ കാണരുത്. മണി സിറ്റിംഗ് ഇൻ ദ ബാങ്ക് അല്ല. അത് 3 കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വെച്ച് തരുന്നത്. ഈ ഐ ക്യാഷ് നമുക്ക് ഇപ്പം ഓ ക്യാഷ്, ഐ ക്യാഷ്, എഫ് ക്യാഷ്. ഐ ക്യാഷിൽ റിസർവ് ഫണ്ട് ഉണ്ട് എങ്കിൽ ഇത് ആക്ച്വലി നമുക്ക് അതിനെ ഒരു ക്യാഷ് ഇൻ ബാങ്ക് ആയിട്ട് കാണണ്ട. അത് നമ്മുടെ കണക്കിൽ കൂട്ടത്തില്ല. ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് അതിനെ കൂട്ടത്തില്ല. പകരം ഇത് നമുക്ക് 3 കാര്യങ്ങളാണ് ഉറപ്പ് തരുന്നത്. 1 ടൈം, 2 സർവൈവൽ നിലനിൽപ്പ്, 3 ഡിസിഷൻ പവർ. ഡിസിഷൻ പവർ, ടൈം, സർവൈവൽ ആൻഡ് ഡിസിഷൻ പവർ, അതാണ് ക്യാഷ് റിസർവ്. സോ ക്യാഷ് ഈസ് നോട്ട് കംഫർട്ട്, ഇറ്റ് ഈസ് കേപ്പബിലിറ്റി. ഈ ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കേപ്പബിലിറ്റി. കാരണം നമുക്ക് ഇനഫ് ടൈമുണ്ട്, നമ്മൾ പാനിക് ആവത്തില്ല ടൈം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ സർവൈവ് ചെയ്യാൻ ഈ പറഞ്ഞ ഓ ക്യാഷ് നിന്നു അല്ലെങ്കിൽ ഓ ക്യാഷ് പകുതിയായി, അപ്പോഴും എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം എന്താ? ഐ ക്യാഷിൽ റിസർവ് ഫണ്ട് കിടപ്പുണ്ട്. ക്ലിയർ ആവുന്നുണ്ടേ? ഈസി ടു അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ദെൻ ഡിസിഷൻ പവർ. അതുകൊണ്ട് തന്നെ എന്താ? നമുക്ക് പവർഫുൾ ഡിസിഷൻസ് എടുക്കാൻ പറ്റും. സോ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗിവ്സ് അസ് ടൈം ടു അവോയ്ഡ് പാനിക്. ബാക്കി എല്ലാവരും പാനിക് ആവുമ്പോൾ നമ്മൾ പാനിക് ആവത്തില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആവശ്യമില്ലാത്ത ഡിസിഷൻസ് നമ്മൾ എടുക്കത്തില്ല. എന്താണ് ഈ ആവശ്യമില്ലാത്ത ഡിസിഷൻസ്? ഹെവി ആയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കുക, ആവശ്യമില്ലാത്ത ക്ലയൻസിനെ അക്സെപ്റ്റ് ചെയ്യുക, റോങ് ആയിട്ടുള്ള ഡീൽസിൽ പോയി തല വെച്ച് കൊടുക്കുക. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? ഈ റിസർവ് ഫണ്ട് ഇല്ലാത്തപ്പോൾ. മാത്രമല്ല ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. കാരണം ഈ ഐ ക്യാഷ്, ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, 90% ബിസിനസ്സുകാരുടെ കയ്യിലും റിസർവ് ഫണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് എത്ര പ്രൊലോങ് ചെയ്യുന്നോ അത്രയും ആളുകൾ ഈ മാർക്കറ്റിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കും. ആൻഡ് സ്ട്രോങ് പ്ലേയേഴ്സ് വിത്ത് റിസർവ് ഫണ്ട് വിൽ ക്യാപ്ചർ ദ മാർക്കറ്റ്. ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും ബിസിനസ്സുകാരന്റെ കോൺഫിഡൻസ് എന്താണെന്നറിയോ? ഇഫ് റവന്യൂ ഈസ് ഗുഡ്, ഐ എം ഓക്കെ, ഐ എം സേഫ്. ഈ ക്യാഷ് ഇൻ ഉണ്ടല്ലോ, ഏത് ഓ ക്യാഷ് ഇൻ, ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തോറും എല്ലാവരുടെയും ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഇതെല്ലാ മാസവും ഇങ്ങനെ അങ്ങ് നടന്നോളും എന്നുള്ളത്. സോ ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്. ഇഫ് റവന്യൂ ഈസ് ഗുഡ്, ഐ എം സേഫ്. നോ, നിങ്ങൾക്ക് ഹൈ റവന്യൂ ഉണ്ട്, നിങ്ങൾക്ക് റിസർവ് ഇല്ല എങ്കിൽ ഏത് സമയത്തും തകർന്നു പോകാവുന്ന ഒരു ബിസിനസ്സാണ് കയ്യിലുള്ളത് എന്ന് ഇതിനേക്കാൾ വലിയ തെളിവ് ഇപ്പം വേണ്ടല്ലോ, അല്ലേ? ഹെവി ഇൻകം ഉണ്ട്,
റവന്യൂ ഉണ്ട്, പക്ഷെ റിസർവ് ഇല്ല എങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും. ഇനി നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചൊന്ന് കേട്ട്, റവന്യൂ കുറവാ എന്നാലും സ്ട്രോങ് റിസർവ് ഉണ്ട്, ദേ ക്യാൻ സർവൈവ്. ലോ റവന്യൂ പ്ലസ് സ്ട്രോങ് റിസർവ്, അതൊരു സർവൈവൽ ബിസിനസ് ആണ്. ദേ ക്യാൻ സർവൈവ്. സോ എത്ര നാളത്തേക്കുള്ള റിസർവ് നിങ്ങളുടെ കയ്യിൽ വേണം? ഒരു ബേസിക് ലെവലിൽ സർവൈവ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് നമുക്ക് വേണമെങ്കിൽ വെക്കാം. സ്റ്റേജ് 1 നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസർവ് ഫണ്ടിനെ കുറിച്ചാണ്. റിസർവ് ക്യാഷ് 3 സ്റ്റേജ് ആയിട്ട് നമുക്ക് തിരിക്കാം. സ്റ്റേജ് 1, സ്റ്റേജ് 2 ആൻഡ് സ്റ്റേജ് 3. നമുക്കതിനെ ബേസിക് ലെവൽ അല്ലെങ്കിൽ സർവൈവൽ ലെവൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. സർവൈവൽ അതിൽ പറയുന്നത് മിനിമം 3 monthsന്റെ ഫിക്സഡ് എക്സ്പെൻസ്. 3 months ഓഫ് ഫിക്സഡ് എക്സ്പെൻസ് ആയിരിക്കണം നമ്മളുടെ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് റിസർവ് ഫണ്ടായിട്ട് വേണ്ടത്. ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ റിസ്ക്. ഒരു സർവൈവൽ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തെ ഫിക്സഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ മന്ത്ലി ബേൺ ഔട്ട് അത് നമ്മുടെ കയ്യിൽ റിസർവ് ആയിട്ട് വേണം. രണ്ടാമത്തത് നമ്മളെ ഒന്ന് സ്ട്രോങ് ആക്കുക. ഇതൊരു സർവൈവൽ ലെവൽ, ബേസിക് ലെവൽ. അടുത്തത് സ്ട്രോങ് ലെവലിലേക്ക് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 monthsലേക്കുള്ള 6 മാസത്തേക്കുള്ള ഫിക്സഡ് എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ റിസർവ് ഫണ്ടായിട്ട് വരുന്നു. അത് നമ്മളെ ഭയങ്കര സ്റ്റേബിൾ ആക്കും. അത് വളരെ കൺട്രോൾഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ നമ്മളെ സഹായിക്കും. മൂന്നാമത്തെ ലെവലാണ് പ്രിഡേറ്റർ ലെവൽ, വേട്ടക്കാരൻ, എലൈറ്റ് ലെവൽ. അതാണ് അത് 9 to 12 months, 9 തൊട്ട് 12 മാസം വരെയുള്ള റിസർവ് ഫിക്സഡ് എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ റിസർവ് ഫണ്ടായിട്ടുണ്ടാവും. അത് ലോങ് ടൈം ക്രൈസിസിനെ പോലും ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കും. മറ്റുള്ളവർ പാനിക് ആകുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 9 to 12 months നമ്മുടെ കയ്യിൽ റിസർവ് ഫണ്ട് ഉണ്ടെങ്കിൽ you can even acquire your competitors. So 0 to 1 month ആണ് നിങ്ങളുടെ ഇന്നത്തെ കറന്റ് റിസർവ് പൊസിഷൻ എങ്കിൽ യു ആർ ഇൻ ICU-ലാണ്. 1 to 3 months ആണെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. 3 to 6 months ആണെങ്കിൽ യു ആർ സ്ട്രോങ്. 6+ ആണെങ്കിൽ യു ആർ എ പ്രെഡേറ്റർ. ഇപ്പൊ നമുക്ക് അറിയാം ക്യാഷ് ഫ്ലോ 3 ആയിട്ട് നമ്മൾ തിരിച്ചു. ഒന്ന് ഒ ക്യാഷ്, ഐ ക്യാഷ്, എഫ് ക്യാഷ്. ക്ലിയർ ആണേ? അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു ഒ ക്യാഷ് ഇൻ, ഒ ക്യാഷ് ഔട്ട്. ഇന്നും ഉണ്ട്, ഔട്ടും ഉണ്ട്, അല്ലേ? നമ്മൾ ഈ ഒരു മാസത്തെ ഫിക്സഡ് എക്സ്പെൻസിൽ പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ സാലറി, നമ്മുടെ റെന്റ്, നമ്മളുടെ മന്ത്ലി കമ്മിറ്റ്മെന്റ്സ് എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അല്ലേ? എന്ന് പറയുന്ന പോലെ ശ്രദ്ധിച്ച് കേട്ടോണം. എന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാ മാസവും ഈ പറഞ്ഞ റിസർവിനെ, ഈ റിസർവ് എവിടെയാ വരുന്നത്? ഐ ക്യാഷിന്റെ അകത്താ വരുന്നത്. ഈ റിസർവിന്റെ അകത്തേക്ക് പോകേണ്ട പൈസയെ ഒരു എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കണം. ഇപ്പൊ 50,000 രൂപയാണ് ഒരു മാസം റിസർവിലേക്ക് മാറ്റേണ്ടതെങ്കിൽ ആ 50,000 രൂപ സാലറി കൊടുക്കുന്നത് പോലെ തന്നെ ആ സാലറി കൊടുക്കുന്ന ഡേറ്റിൽ ഈ 50,000 ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയേക്കണം. അപ്പൊ എന്തായി മാറി? ഇതൊരു ഹാബിറ്റായി മാറും. സോ റിസർവ് ഈസ് ആൻ എക്സ്പെൻസ്, നോട്ട് ആൻ ഓപ്ഷൻ. എഴുതിക്കോ. കിങ്സ് ക്ലബ്ബുകാർക്ക് റിസർവ് എന്ന് പറയുന്നത് ഈ മാസം തൊട്ട് ഒരു എക്സ്പെൻസ് ആണ്, അതൊരു ഓപ്ഷൻ അല്ല, അതൊരു എക്സ്പെൻസ് ആണ്. അത് എക്സ്പെൻസ് പാർട്ടിൽ കൂട്ടിക്കോണം. എക്സ്പെൻസിൽ കൂട്ടിയാലുള്ള ഗുണം എന്താ? എങ്ങനെയും നമ്മൾ അതിനുള്ള മാർഗം കണ്ടെത്തും. ക്ലിയർ? അക്കൗണ്ടന്റിന് ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുത്തേരെ, മിനിമം ഇത്ര പെർസെൻറ്റേജ് അല്ലെ ഇത്ര രൂപ ഒരു മാസം ആ അക്കൗണ്ടിലേക്ക് പോയിരിക്കണം. അത് സാലറി ഡേറ്റിലോ അല്ലെങ്കിൽ എപ്പോഴാണോ, പക്ഷെ ഒരു മാസത്തിൽ കണക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അത് ആ എക്സ്പെൻസ് അവിടെ ഉണ്ടായിരിക്കണം. റിസർവ് ഫണ്ടിലേക്ക് പോകുന്ന പൈസ ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആക്കി മാറ്റണം. അതല്ലാതെ അതൊരു ഓപ്ഷൻ ആക്കി വെച്ചാൽ ഈ മാസം പൈസ ഇല്ല അതുകൊണ്ട് അതിലോട്ട് ഇടണ്ട എന്ന് നമ്മൾ വിചാരിക്കും. ഇറ്റ് ഈസ് എ ഹാബിറ്റ്. ഇല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവും, ഐ വിൽ സേവ് വെൻ ഐ ഹാവ് എക്സ്ട്രാ മണി. എപ്പോൾ സേവ് ചെയ്യാം? എക്സ്ട്രാ മണി വരുന്ന സമയത്ത് സേവ് ചെയ്യാം എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. നോ, കൺസിഡർ റിസർവ് ആസ് ആൻ എക്സ്പെൻസ്.
നിങ്ങളുടെ ടാർഗറ്റിലേക്ക് എത്തുന്നിടം വരെ, അത് പലർക്കും പലതാ ഫിക്സഡ് എക്സ്പെൻസ്. ഇപ്പൊ ഒരാൾക്ക് 5 ലക്ഷം ആണെങ്കിൽ അതിന്റെ 6 മന്ത്സിലേക്കാണ് അയാൾ ഈ ക്വാർട്ടറിൽ ടാർഗറ്റ് ചെയ്യുന്നെങ്കിൽ 30 ലക്ഷം രൂപ. അങ്ങനെ ഈ വൺ ഇയർ കൊണ്ടാണ് ആ 30 ലക്ഷം രൂപ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ മന്ത്ലി 2.5 ലക്ഷം രൂപ അതിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അത് എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, എത്ര രൂപ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, അത് നിങ്ങൾ തീരുമാനിക്കണം. സോ യു ഹാവ് ടു അലോക്കേറ്റ് ബിഫോർ യു സ്പെൻഡ്. അതല്ലാതെ ഈ പറഞ്ഞ ഇൻ മൈനസ് ഔട്ട്, ഇതിന്റെ അകത്ത് വരുന്ന ഡിഫറൻസിന്റെ അകത്തുനിന്ന് ഒരു പെർസെൻറ്റേജ് ഇങ്ങോട്ട് മാറ്റാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ റിസർവ് ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിനെ ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി. ഇത് നിങ്ങളുടെ ഫിനാൻസ് മാനേജേഴ്സ് അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് അവരുടെ തിയറി അല്ല വേണ്ടത്. കാരണം കച്ചവടം ഇല്ലാതെ വീട്ടിൽ കയറിയിരിക്കുന്ന സമയത്ത് യുവമാരും കാണത്തില്ല. അവര് പറയും ഇത് അങ്ങനെ. അതിനെ ഒരു എംപ്ലോയി ആയിട്ട് കാണുക, ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എംപ്ലോയി ആയിട്ട് കണ്ടാൽ മതി. ഇങ്ങനൊരു ചെലവുണ്ടായിരുന്നെങ്കിൽ റഫീഖെ നമ്മൾ പൈസ കണ്ടെത്തത്തില്ലേ? ഷാമോനെ നമ്മൾ എങ്ങനെങ്കിലും ആ പൈസ ഒപ്പിച്ച് കൊടുക്കത്തില്ലേ? അത് കൊടുക്കാനുള്ളതാണെങ്കിൽ, അല്ലയോ പ്രകാശൻ ചേട്ടാ? അബ്ദുൽ ഖാദർ, കൊടുത്തല്ലേ പറ്റൂ, ഏതെങ്കിലും വഴി നമ്മൾ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് കാണണം. അവിടെ ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഈ റവന്യൂന്റെ ടോട്ടൽ റവന്യൂന്റെ, അത് ബേസ്ഡ് ഓൺ യുവർ പ്രോഫിറ്റും കൂടെ ചേർത്ത് വേണം ചെയ്യാൻ. ഈ റവന്യൂന്റെ ഇത്ര പെർസെൻറ്റേജ് റിസർവ് ഫണ്ടിലേക്ക് പോകണം എന്ന്. റവന്യൂന്റെ അഗൻസ്റ്റ് പ്രോഫിറ്റിന്റെ അല്ല, റവന്യൂന്റെ. ഇതിന് പറയുന്ന പേരാണ് ലെഫ്റ്റ് ഓവർ. ചെലവാക്കിയതിന് ശേഷമുള്ള പൈസ, അതിന് പറയുന്നത് ലെഫ്റ്റ് ഓവർ. നോ, ആ ലെഫ്റ്റ് ഓവറോ പ്രോഫിറ്റോ അല്ല, ഇതിൽ നിന്ന് റവന്യൂന്റെ 5 to 15% വരെ തുടക്ക സമയത്ത് റിസർവ് ഫണ്ടിലേക്ക് പോകണം എന്നുള്ളതാ പറയുന്നത്. അപ്പൊ നമ്മള് ഒരു പ്രൈസിങ് ഇടുന്ന സമയത്ത് ഇതൂടെ ചേർത്താണ്, ഈ റിസ്ക് എമൗണ്ടും കൂടെ ചേർത്ത് വേണം നമ്മുടെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. റവന്യൂന്റെ 5 to 15% വരെ റിസർവ് ഫണ്ടിലേക്ക് പോകണം. ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ റവന്യൂ എങ്കിൽ ഒരു മാസത്തെ 5,000 തൊട്ട് 15,000 രൂപ വരെ അത് റിസർവ് ഫണ്ടിലേക്ക് പോയിക്കോണം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ദിസ് ഈസ് എ ഡിസിപ്ലിൻ. ഇതൊരു സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് നമ്മുടെ ബിസിനസ്സിനെ ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ഒരു 3 അക്കൗണ്ട് സിസ്റ്റം ഉണ്ടാക്കണം. 3 അക്കൗണ്ട് സിസ്റ്റം. 3 അക്കൗണ്ട് സിസ്റ്റം. അതിനെ വിളിക്കുന്ന പേരാണ് 3 അക്കൗണ്ട് സിസ്റ്റം. ഒന്നാമത്തെ അക്കൗണ്ട്, 3 അക്കൗണ്ട് വേണം നമുക്ക്. അതിൽ ഒന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് അക്കൗണ്ട് ആണ്. ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസുകളെല്ലാം മീറ്റ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് സാലറി ആൻഡ് റെന്റ്. ഇതൊക്കെ നമ്മുടെ ഓപ്പറേഷണൽ എക്സ്പെൻസുകളാണ്. അതിൻ്റെ അകത്തേക്ക് അപ്പൊ നമ്മുടെ റവന്യൂ വരുന്ന സമയത്ത് തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. നമ്മുടെ ക്യാഷ് ഇൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ക്യാഷ് ഔട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ അക്കൗണ്ടിലേക്ക് ഒരു എമൗണ്ട് പോവും. ആ എമൗണ്ട് എന്തിനുള്ളതാണ്? ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ടും മന്ത് എൻഡിൽ സാലറി കൊടുക്കാൻ വേണ്ടിയിട്ടും റെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ അക്കൗണ്ടാണ് അക്കൗണ്ട് നമ്പർ 2. ഇതാണ് റിസർവ് അക്കൗണ്ട്. ഇത് നമ്മുടെ റിസർവ് അക്കൗണ്ട് ആണ്. ഈ അക്കൗണ്ടിന്റെ പ്രത്യേകത, ഇതിന് ഡെബിറ്റ് കാർഡ് ഇല്ല, ഇതിന് ഓൺലൈൻ ആക്സസ് ഇല്ല, ഒരു രീതിയിലുള്ള ഇമോഷണൽ സ്പെൻഡിങ്ങും ഇല്ല. ഇത് ഒന്നെങ്കിൽ ഒരു ക്രൈസിസ്, അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന് വേണ്ടി, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രമേ ഈ പൈസയെ നമ്മൾ തുടത്തുള്ളൂ. ആ അക്കൗണ്ടിന്റെ പേരാണ് റിസർവ് അക്കൗണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ഒരു എമൗണ്ട് വരുന്ന സമയത്ത് എന്ത് ഇൻകം വന്നാലും, റവന്യൂ വന്നാലും, അതിൻ്റെ അകത്തുനിന്ന് ഒരു പെർസെൻറ്റേജ് എമൗണ്ട്, അത് നിങ്ങളുടെ എത്രയാണെന്ന് നോക്കുക, അത് നമ്മുടെ സാലറി
പ്ലസ് ഓപ്പറേറ്റിംഗ് അക്കൗണ്ടിലേക്ക് പോകണം. ഈ പറഞ്ഞ 5 to 15% അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത് റിസർവ് അക്കൗണ്ടിലേക്ക് പോകണം. മൂന്നാമത്തെ അക്കൗണ്ടാണ് അക്കൗണ്ട് 3. ഇതാണ് ടാക്സ് അക്കൗണ്ട്. ഇപ്പോ വെബിനാറിന് 11,800 രൂപ വരികയാണ്. 11,800 രൂപ വരുന്നത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, 1,800 രൂപ ഈ അക്കൗണ്ടിലേക്ക് മാറ്റും. കാരണം ഇത് നമ്മുടെ പൈസ അല്ല, ഇത് ഗവൺമെന്റിന്റെ പൈസയാണ്. ഇത് സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്തുനിന്ന് ഇങ്ങനൊരു ചെലവ് വരുന്നുണ്ട് എന്നുള്ള കാര്യം അങ്ങ് മറന്നുപോകും. ടാക്സ് അടയ്ക്കേണ്ടത് മറ്റന്നാളായിരിക്കും. ഇന്ന് പർച്ചേസിന് പോകുമ്പോൾ നമ്മൾ അറിയാതെ, നമ്മൾ ഓർക്കാതെ ആ കാശ് എടുത്ത് സ്പെൻഡ് ചെയ്യും. കാരണം ഒറ്റ അക്കൗണ്ടിൽ കിടക്കുകയല്ലേ. അപ്പൊ എന്തുണ്ടാവും, പിറ്റേന്ന് രാവിലെ ആയിരിക്കും അവിടെ പൈസ കൊടുത്തു കഴിയുമ്പോഴായിരിക്കും അക്കൗണ്ടന്റ് പറയും, സാറേ നാളെ ടാക്സ് അടയ്ക്കേണ്ടതാണേ, ഇപ്പൊ പൈസ ഇല്ല. എന്ത് ചെയ്യേണ്ടി വരും, എഫ് ക്യാഷിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് പലിശയ്ക്ക് എടുത്തതാകാം, കടം വാങ്ങിച്ചതാകാം, ഇല്ല നമ്മൾ റോൾ ചെയ്യുന്നതാവാം. എന്തുകൊണ്ട് പറ്റി, അത് സെപ്പറേറ്റ് ചെയ്തില്ല. ഇത് സെപ്പറേറ്റ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയാം, ശ്രദ്ധിച്ചു കേട്ടോണം. യു വിൽ സ്പെൻഡ് യുവർ റിസർവ് മണി. റിസർവ് മണി എടുത്തിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞേ ഇതിനെ മൂന്ന് അക്കൗണ്ട് ആക്കണം എന്ന്. 1 ഓപ്പറേറ്റിംഗ് അക്കൗണ്ട്, 2 റിസർവ് അക്കൗണ്ട്, 3 ടാക്സ് അക്കൗണ്ട്. ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ബാങ്കിന്റെ അകത്ത് സെയിം ഡോക്യുമെന്റ്സ് വെച്ചുകൊണ്ട് തന്നെ നമുക്കൊരു അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതേ ഇത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഫോണിന്റെ അകത്ത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇന്റേണൽ ബാങ്കിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ബാങ്കിലും പോകേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്കിതിനെ ഒരു ബക്കറ്റ് സിസ്റ്റം ആക്കി മാറ്റണം. ബട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്തേ പറ്റൂ. ജനുവരി 1-ാം തീയതി കല്യാണമാണെന്നും അതിന് മിനിമം ഇത്ര രൂപ വേണമെന്നുള്ളതും എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് വേണ്ടിയിട്ട് ഒരു വെഡ്ഡിങ് അക്കൗണ്ട് നമ്മൾ വേറെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തു നിന്നാണ് ഈ കോൺട്രിബ്യൂഷൻസ് എല്ലാം പോകുന്നത്. നമ്മൾ എല്ലാ മാസവും നമ്മൾ കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കുറെ സ്കൂളിൽ, അവർക്കുള്ള മന്ത്ലി ഫീസ്. അപ്പൊ അത് ഒറ്റ ദിവസമാണ്. എല്ലാ മാസവും 10-ാം തീയതിയാണ് എല്ലാ കുഞ്ഞുങ്ങളുടെയും ഫീസ് കൊടുക്കുന്ന ദിവസം. അത് ആ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ കുറെ കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് നമ്മൾ എല്ലാ മാസവും അവർക്ക് അവരുടെ വീട്ടിൽ ഗ്രോസറി എത്തിച്ചു കൊടുക്കുന്നുണ്ട്, പ്ലസ് 1,000 രൂപ ക്യാഷും കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇതും പോകുന്നത് ആ അക്കൗണ്ടിൽ നിന്നാണ്. ഇത് കൂടാതെ ജനുവരി 1-ന് വേണ്ടിയിട്ടുള്ള കല്യാണത്തിന്റെ ചെലവിന് വേണ്ടിയിട്ടുള്ള പൈസ അതും പോകുന്നത് ആ അക്കൗണ്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഒരു അക്കൗണ്ട് അതിനു വേണ്ടിയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് അനസെ എനിക്ക് റെയിനി ഡേ ഫണ്ട് ഉണ്ട്. അത് എംപ്ലോയീസിന് വേണ്ടിയിട്ട് മാത്രം അവരുടെ എമർജൻസിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന പൈസ. അപ്പം റെയിനി ഡേക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ അക്കൗണ്ട് എന്നാണ് പേര്. അതാണ് നമ്മൾ ഈ ചാരിറ്റി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നത്. സോ ഇതിനെ നമുക്കൊരു 4 മെത്തേഡിൽ കൂടി നമുക്ക് ഈ റിസർവ് ഫണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. 4 മെത്തേഡ്. ഓക്കെ, റിസർവ് ഫണ്ട് കൊണ്ടുവരാനുള്ള 4 വഴികൾ. ഓക്കെ, 4 രീതി. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് അലോക്കേഷൻ. ഒരു 5 to 15% ഓഫ് റവന്യൂ ഇത് നമ്മൾ മന്ത്ലി എക്സ്പെൻസ് ആയി കണ്ടുകൊണ്ട് അതൊരു ഫിക്സഡ് എക്സ്പെൻസ് ആക്കി റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ക്യാഷ് ഔട്ടായിട്ട് തന്നെ കാണുന്നു, എക്സ്പെൻസ് ആയിട്ട് കാണുന്നു, ഫിക്സഡ് എക്സ്പെൻസ്. അത് റവന്യൂവിന്റെ ഇത്ര ശതമാനമായിരിക്കും എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അത് എല്ലാ മാസവും ആ അക്കൗണ്ടിലേക്ക് മാറുന്നു. ഇതാണ് മെത്തേഡ് നമ്പർ 1. മെത്തേഡ് നമ്പർ 2, രണ്ടാമത്തെ മെത്തേഡ്. ഈ മെത്തേഡിന് പറയുന്ന പേര് പ്രോഫിറ്റ് സ്വീപ്പ് എന്നാ പറയുന്നത്. പ്രോഫിറ്റ് സ്വീപ്പ് നമുക്കിപ്പോൾ അറിയാം, ക്യാഷ് ഇൻ മൈനസ് ക്യാഷ് ഔട്ട്, ബാലൻസ് വരുന്നത് നമ്മുടെ പ്രോഫിറ്റ്. ഇതിൽ പറയുന്നത് മറ്റെന്താണ്, സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മളുടെ റിസർവ് ഫണ്ട് ആയിട്ട് പോകുന്നു. അതാണ് മെത്തേഡ് നമ്പർ 1. മെത്തേഡ് നമ്പർ 2 എന്ന് പറയുന്നത് ഈ റിസർവ് ഫണ്ട് ആകുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യുന്നു,
നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എത്രയാണോ, ഇത് നമ്മൾ എക്സ്പാൻഷന് വേണ്ടിയോ റീഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നില്ല. പകരം 30-50% ആ പ്രോഫിറ്റ് എത്രയാണോ, ഇപ്പം ഒരു മാസത്തിൽ 10 ലക്ഷം രൂപ ഇൻ വന്നു, 9 ലക്ഷം രൂപ ഔട്ട് വന്നു, ബാക്കി 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ ആ മാസം എന്ത് ചെയ്യാണ്, അതിൻ്റെ അകത്തുനിന്ന് 30,000 തൊട്ട് 50,000 രൂപ വരെ നേരിട്ടെടുത്ത് റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നു. അതാണ് പ്രോഫിറ്റ് സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? നമുക്ക് ഇയർലി ചില സീസണൽ മന്ത്സ് കാണും. ആ സീസൺ സമയത്ത് ഇപ്പം മിഥുനെ സംബന്ധിച്ച് നിനക്ക് ഇപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇത് സീസണാണ്. ആ അല്ലെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സീസണാണ്. ഈ സമയത്ത് എന്ത് ചെയ്യുക, ആ സമയത്ത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? ആ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് സ്വീപ്പ് എന്ന് പറയുന്ന റിസർവ് ഫണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നു. ആ വന്നിരിക്കുന്ന പ്രോഫിറ്റിന്റെ ഒരു നിശ്ചിത തുക ആ റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നു. ഇത് എക്കാലവും ചെയ്തുകൊണ്ടിരിക്കേണ്ട, നമുക്ക് വേണ്ട തുക അവിടെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് ആവുന്നിടം വരെയുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇപ്പം മിഥുന്റെ എക്സ്പെൻസ് 10 ലക്ഷം രൂപയാണ് ഫിക്സഡ്, ബേൺ ഔട്ട് 10 ലക്ഷം രൂപയാണെങ്കിൽ അത് നമുക്ക് വേണ്ടത് ഇൻറ്റു 6 മന്ത്സ് വേണമെന്നാ ഇപ്പൊ നമ്മൾ പറഞ്ഞേ. ആ 60 lakhs ആകുന്നിടം വരെ മാത്രം മാറ്റിയാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എക്സ്പാൻഷനോ, അപ്പം ആ ഒരു എക്സ്പാൻഷൻ സ്ട്രാറ്റജി അത് നമുക്ക് ഇത് കഴിയുമ്പോൾ പഠിക്കാം. എക്സ്പാൻഷൻ നിങ്ങൾ എപ്പോ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് പോകുന്നോ, ശ്രദ്ധിച്ചു കേട്ടോണം, 2 കണ്ടീഷനാണ് അവിടെ. നിങ്ങൾ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്തിന് പോകണം എങ്കിൽ ബേസിക് 2 കണ്ടീഷൻ. ഒന്ന്, ഓ ക്യാഷ് പോസിറ്റീവ് ആകണം. കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞ 6 മാസമായിട്ട് ഇന്നിനേക്കാൾ ഔട്ട് കുറവായിരിക്കണം. നിങ്ങളുടെ വരവിനേക്കാൾ ചെലവ് കുറഞ്ഞ് കഴിഞ്ഞ 6 മാസം കൺസിസ്റ്റന്റ് ആയി നിങ്ങൾക്ക് ഓ ക്യാഷ് പോസിറ്റീവ് ആണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് വീണു. 2, ശ്രദ്ധിച്ചു കേട്ടോ, ഐ ക്യാഷിന്റെ അകത്ത് റിസർവ് ഫണ്ട് മിനിമം 3 മന്ത്സിലത് ഉണ്ട് എങ്കിൽ, 3 മാസത്തെ റിസർവ് ഫണ്ട് നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കാം. ഈ 2 ബേസിക് കണ്ടീഷൻ ശ്രദ്ധിക്കാതെ ഒരു കാരണവശാലും ഗ്രോത്തിന്റെ പിന്നാലെ പോകരുത്. ഒന്ന്, കൺസിസ്റ്റന്റ് ആയി 6 മാസമായി ഓ ക്യാഷ് പോസിറ്റീവ് ആയിരിക്കണം. 2, 3 മാസം മിനിമം 3 മാസത്തെ റിസർവ് ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. ഇത് 2ഉം അവിടെ മാറ്റി വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഈ റിസർവ് ഫണ്ട് 3 മാസത്തേക്കുള്ള മാറ്റി വെച്ചതിന് ശേഷം വരുന്ന പൈസ എടുത്തുകൊണ്ട് വേണം എക്സ്പാൻഷന് പോകാൻ. ഇതൊരു പ്രിൻസിപ്പിൾ ആക്കി മാറ്റിയേക്കാം. 6 മാസം ഓ ക്യാഷ് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ ഇനിയും ഇത് ബെറ്റർ ആക്കാനുണ്ട്. 3 മാസത്തെ റിസർവ് ഫണ്ട് ഉണ്ടാക്കി വെക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയും ഈ ബിസിനസ് ബെറ്റർ ആക്കാനുണ്ട്. ഇത് 2ഉം ആകാതെ ഒരു കാരണവശാലും ഞാൻ എക്സ്പാൻഷനിലേക്കോ ഗ്രോത്തിലേക്കോ പോവാൻ പാടില്ല. 3ാമത്തെ മെത്തേഡിന്റെ പേരാണ് വിൻഡ് ഫാൾ ലോക്ക് ഇൻ. ഇതിനെ വിളിക്കുന്ന പേരെങ്ങനെ? വിൻഡ് ഫാൾ ലോക്ക് ഇൻ. വിൻഫാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി വന്ന ഒരു ബിഗ് ഡീൽ, ഒരു എക്സ്ട്രാ മണി. അതൊരു ഒരു ഒരു വലിയ പ്രൊജക്റ്റിൽ കൂടിയാകാം, അൺഎക്സ്പെക്റ്റഡ് പ്രോഫിറ്റിൽ കൂടിയാകാം, അതല്ലെങ്കിൽ ഒരു അസറ്റ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ പൈസയാവാം. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അതാണ് വിൻഡ് ഫാൾ എന്ന് പറയുന്നത്. വിൻഡ് ഫാൾ ലോക്ക് ഇൻ. ആ വിൻഡ് ഫാളിൽ കൂടി കിട്ടുന്നതിന്റെ 50-70% അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന എക്സ്ട്രാ മണി, അതിന്റെ 50-70% എടുത്ത് നമ്മൾ റിസർവിലേക്ക് മാറ്റുന്നു. ഇങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് റിസർവ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ 3 മെത്തേഡിൽ കൂടി. അപ്പൊ 1, പെർസെൻറ്റേജ് അലോക്കേഷൻ, 2, പ്രോഫിറ്റ് സ്വീപ്പ്, 3, വിൻഡ് ഫാൾ ലോക്ക് ഇൻ. 4ാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്, അതാണ് കോസ്റ്റ് കട്ട് മെത്തേഡ്. കോസ്റ്റ് കട്ട്. കോസ്റ്റ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ റവന്യൂവിന്റെ അകത്തുനിന്ന് എടുത്ത് സേവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, റവന്യൂവിന്റെ അകത്തുനിന്ന് എടുത്ത് സേവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പകരം വി ക്രിയേറ്റ് റിസർവ് ത്രൂ കോസ്റ്റ് റിഡക്ഷൻ. ഒപ്റ്റിമൈസേഷനിൽ കൂടി നമ്മൾ അനാവശ്യമായിട്ട് ചെലവാക്കുന്ന പൈസ. ഓക്കെ, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഈ മാസം കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ പാഴാക്കിക്കൊണ്ടിരുന്ന ഒരു 20,000 രൂപ നമ്മൾ ഈ മാസം സേവ് ചെയ്യാൻ തീരുമാനിച്ചു. എക്സ്പെൻസ് കട്ട് ഷോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒപ്റ്റിമൈസേഷന്റെ ഭാഗമായിട്ട്, പിഴിയാതിരുന്ന നാരങ്ങയുടെ ഭാഗമായിട്ട്. ആ 20,000 രൂപ എന്തെടുക്കുന്നു? അതിൻ്റെ അകത്തുനിന്ന് ലെറ്റ്സ് സേ ഒരു 50% റിസർവിലേക്കും 50% ബിസിനസ്സിലേക്കും ഇടുന്നു. അപ്പം അതിന്റെ 50% ഈ കോസ്റ്റ് കട്ട് ചെയ്ത് വരുന്ന
നമ്മൾ ഇതുവരെ പാഴാക്കിക്കൊണ്ടിരുന്ന പൈസ നമ്മൾ ഈ മാസം ചെലവ് ചുരുക്കാൻ തീരുമാനിച്ചു. ഈ മാസം തൊട്ട് ആ ചുരുക്കുന്ന ചെലവ് നമ്മുടെ ലാഭമായിട്ട് മാറിയല്ലോ. ആണേ, അതിന്റെ 50% റിസർവിലേക്കും 50% തിരിച്ചു ബിസിനസ്സിലേക്കും. ഇതാണ് നാലാമത്തെ മെത്തേഡ്. അപ്പൊ ഒന്ന്, പെർസെൻറ്റേജ് അലോക്കേഷൻ. റവന്യൂവിൽ നിന്ന് ഇത്ര പെർസെൻറ്റേജ് എല്ലാ മാസവും ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആയിട്ട് റിസർവ് ഫണ്ടിലേക്ക് പോകുന്നു. രണ്ട്, എല്ലാ മാസവും പ്രോഫിറ്റിന്റെ ഒരു പെർസെൻറ്റേജ് നേരിട്ടെടുത്ത് റിസർവ് ഫണ്ടിലേക്ക് മാറ്റുന്നു. മൂന്ന്, വിൻഫാൾ ലോക്ക്. എന്താണ്? ഒരു അസറ്റ് വിറ്റിട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ ഒരു സീസണിലായിട്ടോ വലിയൊരു പ്രൊജക്റ്റോ വന്ന് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു എമൗണ്ട് ഇതിൻ്റെ അകത്തേക്ക് മാറ്റുന്നു, 50-70%. അടുത്താണ് കോസ്റ്റ് കട്ടിങ്ങിൽ കൂടി അനാവശ്യമായിട്ടുള്ള ചെലവ് ചുരുക്കിയിട്ട് ആ ചുരുക്കുന്നതിന്റെ 50% എടുത്ത് റിസർവ് ഫണ്ടിലേക്ക് മാറ്റും. ഇപ്പൊ ഇവിടെ ഒരു വിഭാഗം ഇരിപ്പുണ്ട്, സാറേ ഇതുവരെ റിസർവ് ഫണ്ട് ഒന്നും മാറ്റി വെച്ചിട്ടില്ല, എന്ത് ചെയ്യണം? പെട്ടുപോയി, എന്ത് ചെയ്യാൻ പറ്റും? അവരോട് പറയാനുള്ളത്, ഇതൊരു കുറ്റബോധം അല്ലെങ്കിൽ ഒരു ഗിൽറ്റായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരരുത്. അത് ദിസ് ഈസ് നോട്ട് എ ഫെയിലുവർ. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ അകത്തെ പറ്റിയ ഒരു പോരായ്മ മാത്രമാണ്. നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം, അത് കുറച്ച് കാര്യങ്ങൾ ഇറ്റ് വാസ് ലാക്കിംഗ് സംതിങ്. അവിടെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിക്കവറി സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം. കൺട്രോൾ നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കണം, പിന്നെ റീബിൽഡ് ചെയ്യണം. 3 സ്റ്റേജ്: 1 റിക്കവറി, 2 കൺട്രോൾ, 3 റീബിൽഡ്. ഓക്കെ, സോ ഈ റിയാലിറ്റി ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. അതായത് എൻ്റെ കയ്യിൽ റിസർവ് മോഡിൽ ഫണ്ടൊന്നും ഇല്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ബിസിനസ്സും ഹൈ റിസ്ക് സോണിലാണ് എന്നുള്ള റിയാലിറ്റി ആദ്യം നമ്മളുടെ ബ്രെയിനിലേക്ക് അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങൾ അംഗീകരിക്കുക. അവിടെ നിന്ന് തന്നെ നമുക്ക് ചില പ്രിൻസിപ്പിൾസ് എടുക്കാൻ പറ്റും. ഇനി ഈ റിസർവ് ഫണ്ട് ആവാതെ ഞാൻ ഗ്രോത്തിനെ കുറിച്ചോ എക്സ്പാൻഷനെ കുറിച്ചോ സ്കെയിലിങ്ങിനെ കുറിച്ചോ പ്ലാൻ ചെയ്യുകയില്ല, ചിന്തിക്കുകയില്ല, വർക്കൗട്ട് ചെയ്യുകയില്ല, ഒന്നും ചെയ്യില്ല. പ്രിൻസിപ്പിൾ ആയിട്ട് മാറ്റും. കാരണം ഇപ്പം നമുക്ക് വേണ്ടത് സർവൈവ് ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്യുക, റീബിൽഡ് ചെയ്യുക. ഓക്കെ, ആദ്യം സർവൈവ് ചെയ്യണം, പിന്നെ സ്റ്റെബിലൈസ് ചെയ്യണം, പിന്നെ നമുക്ക് റിസർവിനെ റീബിൽഡ് ചെയ്യാൻ പറ്റണം. സോ ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ക്യാഷ് ബ്ലീഡിങ് നിർത്തുക. റിസർവ് ഫണ്ട് ഇല്ലാത്തവരുടെ അടുത്ത് പറയാണ്, അൺനെസസറി ആയിട്ടുള്ള സ്റ്റാഫിനെ ഒഴിവാക്കുക, എക്സ്ട്രാ റെന്റ് ഒഴിവാക്കുക, സബ്സ്ക്രിപ്ഷൻസ് ആവശ്യമില്ലാത്ത ഒഴിവാക്കുക, നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള വെൻഡേഴ്സിനെ ഒഴിവാക്കുക. അങ്ങനെ മണി ലീക്കിംഗ് എല്ലാം തന്നെ പറ്റുന്നത്രയും പരമാവധി ആവശ്യമില്ലാത്ത എല്ലാ എക്സ്പെൻസുകളും കട്ട് ഷോട്ട് ചെയ്യുക. അതാണ് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം റവന്യൂ ഇല്ലാത്തത് കൊണ്ടല്ല, വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല ബിസിനസ്സുകൾ ഇവിടെ നശിക്കുന്നത്. ദേ ഡൈ ബിക്കോസ് ദേ റൺ ഔട്ട് ഓഫ് ക്യാഷ്. സോ ആ ക്യാഷ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും കുറയ്ക്കുക. അതാണ് ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്. 2, ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു മൈക്രോ റിസർവുകൾ ഉണ്ടാക്കി തുടങ്ങുക. അത് 100 രൂപയായിരിക്കും മാറ്റി വെക്കാൻ പറ്റുന്നത്, 1000 രൂപയായിരിക്കും, 5000 രൂപയായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് എന്താണോ അത് ഇന്ന്, അതൊരു 100 രൂപയായിക്കോട്ടെ, അതിട്ട് ആ ഒരു മൈക്രോ റിസർവ് ഹാബിറ്റ് നമ്മളുടെ ഉള്ളിൽ ഫോം ചെയ്യണം. എന്നിട്ട് എവറി വീക്ക് ഞാൻ അതിൻ്റെ അകത്തേക്ക് പൈസ മാറ്റും എന്ന തീരുമാനം എടുക്കുക. എല്ലാ ആഴ്ചയിലും ഞാൻ ഈ പറയുന്ന റിസർവ് ഫണ്ടിലേക്ക് ഞാൻ പൈസ മാറ്റും. അപ്പം ആദ്യം മാറ്റുന്നത് ഇങ്ങനെയായിരിക്കണം: ഒരാഴ്ച സർവൈവ് ചെയ്യാനുള്ള പൈസ. അതാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കേണ്ട സാധനം. ഒരാഴ്ച എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തോളയിലൊന്ന് തട്ടിയേക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ ഒരാഴ്ചത്തേക്കുള്ള ധൈര്യം നിനക്ക് വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ 2 ആഴ്ച വരുമാനം ഒന്നും ഇല്ലാതായാലും നമുക്ക് 2 ആഴ്ച സർവൈവ് ചെയ്യാനുള്ള പൈസ മാറ്റുക. അതാണ് സ്റ്റെപ്പ് നമ്പർ 2. പിന്നെ 1 മാസത്തേക്കുള്ള മാറ്റുക. സിമ്പിളായി വരുന്നില്ലേ? ഈസിയായി മാറുന്നില്ലേ? ഒരാഴ്ചത്തേക്കുള്ള റിസർവ് ആദ്യം സെറ്റ് ചെയ്യുക, പിന്നെ അത് 2 ആഴ്ചയാക്കുക, പിന്നെ അത് 1 മാസമാക്കുക, പിന്നെ പതുക്കെ 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 അത് കൂട്ടി കൊണ്ടുവരും. ഇതാണ് മൈക്രോ റിസർവ് എന്ന് പറയുന്നത്. 3, കിട്ടാനുള്ള പൈസ ആക്സിലറേറ്റ് ക്യാഷ് ഇൻ. എല്ലാ റിസീവബിൾസും ഇമ്മീഡിയറ്റ് ആയിട്ട് കളക്ട് ചെയ്യാനുള്ള കാര്യം ചെയ്യുക. എത്ര ഓഫർ കൊടുക്കാൻ പറ്റുമോ അത്രയും ഓഫർ കൊടുത്തിട്ടാണെങ്കിൽ ശരി, അഡ്വാൻസ് പേയ്മെന്റ് കളക്ട് ചെയ്യുക. കസ്റ്റമേഴ്സിനെ പുഷ് ചെയ്യുക പേയ്മെന്റിന് വേണ്ടി.
കാരണം നമ്മളെ സംബന്ധിച്ച് ദ ഫാസ്റ്റസ്റ്റ് മണി ഈസ് ഓൾറെഡി സോൾഡ്. ഓൾറെഡി കച്ചവടം ചെയ്ത് കഴിഞ്ഞ പൈസയാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച് ഫാസ്റ്റസ്റ്റ് മണി എന്ന് പറയുന്നത്. അതായത് കിട്ടാനുള്ള പൈസ, അതാണ് ഫാസ്റ്റസ്റ്റ് മണി ഇൻ എ ബിസിനസ്. സോ ആ പൈസ എത്രയും പെട്ടെന്ന് നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോ നമ്മളുടെ ഒരു രീതി നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന്, ഇത് നമ്മളുടെ ഒരു ഹാബിറ്റാണ്. നമ്മൾ പൈസ ഏൺ ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് എല്ലാ മാസവും കുറച്ച് പൈസ കിട്ടുന്നു, ഇതിൽ നിന്നെടുത്ത് സ്പെൻഡ് ചെയ്യുന്നു, ഇതിന് ശേഷമുള്ളത് നമ്മൾ സേവ് ചെയ്യുന്നു. ഇതാണ് ഒരു ബേസിക് ഹ്യൂമൻ, നമ്മുടെ DNA ഇങ്ങനെയാ സെറ്റ് ചെയ്തിരിക്കുന്നത്. വരുന്നു, ചെലവാക്കുന്നു, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യും. ഇങ്ങനെയാണ് ഈ പുവർ മിഡിൽ ക്ലാസ് ഉണ്ടാവുന്നത്. പുവറിനെ സംബന്ധിച്ച് അവരുടെ ഏണിങ്സ് കുറവായത് കൊണ്ട് തന്നെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ഒന്നും കാണത്തില്ല. മിഡിൽ ക്ലാസ് എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്പെൻഡിങ്ങിനേക്കാൾ കൂടുതൽ ഏണിങ്സ് അവർക്ക് വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചെറിയ LICയോ ചെറിയ പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റോ ചെറിയ 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 സേവിങ്സ് ഉള്ളത് കൊണ്ട് അവർ മിഡിൽ ക്ലാസ് ആവും. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് റിച്ചിനെ സംബന്ധിച്ച്. റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് ദേ ഏൺ, ദേ സേവ് ആൻഡ് ദെൻ സ്പെൻഡ്. ദേ ഏൺ, ദേ സേവ് ആൻഡ് ദേ സ്പെൻഡ്. ഇതാണ് റിച്ച് ആളുകളുടെ. അവരെന്ത് ചെയ്യുന്നു? വരുമാനം വരുന്നു, ആദ്യം അവർ സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും, ആ അവശേഷിക്കുന്നത് എന്തോ അതാണ് അവർ സ്പെൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി വെൽത്തി ദ റിയൽ എലൈറ്റ് ക്ലാസിന്റെ പരിപാടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏണിങ്സ് ഇവർക്ക് എന്താണ്? ഏണിങ്സ് ഈക്വൽസ് ഇൻവെസ്റ്റ്മെന്റ്. ഇവര് സ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകമാണ് അവരുടെ സ്പെൻഡബിൾ ഇൻകം എന്ന് പറയുന്നത്. നേരത്തെ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം എടുത്തിട്ടാണ് ഇവർ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏണിങ്സ് മുഴുവൻ എന്തായി മാറുന്നു? ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുന്നു. സോ നമ്മുടെ സ്പെൻഡിങ് രീതി തീരുമാനിക്കും നമ്മൾ ആരാകുന്നു എന്ന്. ഇവരുടെ സേവിങ്സ് ഫോർമുല എന്താ? സേവിങ്സ് ഈക്വൽസ് ഏണിങ്സ് മൈനസ് സ്പെൻഡിങ്. പക്ഷെ മിഡിൽ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഈ രണ്ട് കാറ്റഗറിയുടെ പ്രശ്നം അതാണ്. അവര് വരുമാനം കിട്ടുന്നു, ചെലവാക്കുന്നു, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് സേവ് ചെയ്യുന്നു. പക്ഷെ റിച്ചിലേക്ക് വരുന്ന സമയത്ത് വരുമാനം കിട്ടുന്നു, സേവ് ചെയ്യുന്നു, ബാക്കി സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. എലൈറ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഏണിങ്സ് ഓർ ഇൻകം ഈക്വൽസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ അവരുടെ എക്സ്പെൻസ് എവിടുന്നാണ് മീറ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നുള്ള ഇൻകമാണ് അവരുടെ സ്പെൻഡിങ്. വിച്ച് മീൻസ് കിട്ടുന്ന പൈസ മൊത്തം ഇവർ പൊന്മുട്ടയിടുന്ന താറാവിനെ മേടിക്കുന്നു. അവർ ജീവിക്കുന്നത് ആ താറാവ് ഇട്ട് കൊടുക്കുന്ന മുട്ട വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത്. സോ സ്റ്റാർട്ട് സ്മോൾ. ഒരാഴ്ചത്തേക്കുള്ള റിസർവ്, ഒരാഴ്ച അത്രയും മതി. ഇനി ഇതൊക്കെ പറഞ്ഞ ബിസിനസിന്റെ കാര്യമാണ്. ഇതുപോലെ തന്നെ വേണം പേഴ്സണൽ. ഒരു മാസത്തെ നമ്മളുടെ മിനിമം എക്സ്പെൻസ് എത്ര എന്ന് നോക്കണം. അതിൽ നമ്മൾ റെന്റിനാ താമസിക്കുന്നെങ്കിൽ റെന്റ് വരും, അതിൽ ഇലക്ട്രിസിറ്റി വരും, അതിൽ നമ്മുടെ മെയിൻ്റനൻസ് വരും, അതിൽ ഫുഡ് വരും, എന്റർടൈൻമെന്റ് വരും, കുട്ടികളുടെ പഠിത്തം വരും, മറ്റ് ചെലവുകൾ വരും. ഇതെല്ലാം നോക്കണം. അതേ ഇൻറ്റു എത്ര മാസത്തെ റിസർവ് നമുക്കുണ്ട് എന്ന് നോക്കണം. ഇത് രണ്ടും കൂടെ നോക്കുമ്പോഴത്തേക്കിന് ഏറെക്കുറെ തീരുമാനമാണ്. നിങ്ങൾക്ക് ആരിലെങ്കിലും ഡിപ്പെൻഡൻസി വരണം, അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് ഡിപ്പെൻഡൻസി വരുന്നത് എപ്പോഴാണ്? നമ്മൾ പേഴ്സണൽ റിസർവ് നമുക്കില്ലാതെ വരുന്ന സമയത്താണ്. ബിസിനസ്സിനെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ടി വരും. സോ ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോയെങ്കിലേ കാര്യമുള്ളൂ. സോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ന്യൂ ഇയർ വരാൻ പോകുന്നതേ ഉള്ളൂ. April 1 നമ്മളുടെ ന്യൂ ഇയർ. ആ ന്യൂ ഇയറിന് മുന്നേ ഉള്ള ഒരു റെസൊല്യൂഷൻ ആയിക്കോട്ടെ, നമ്മുടെ റിസർവ് ഫണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത്. യെസ്. അപ്പൊ ശരി, നാളെ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.